ശ്രീകുമാർ, നമുക്കിനി കുറച്ച് ചുരുക്കി സംസാരിക്കാൻ സമയം കുറവായതുകൊണ്ടാണ്. പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നു. ഇന്ന് എ ഗ്രൂപ്പ് യോഗം ചേർന്നു ഷാഫിയുടെ നേതൃത്വത്തിൽ എന്നൊക്കെയുള്ള വാർത്തകളുണ്ട്. ഷാഫി നിഷേധിച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ ഒരു യോഗം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു സ്വീകാര്യത നൽകാനുള്ള ശ്രമം ഒരു വശത്ത് പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് തന്നെ കഴിഞ്ഞ ചർച്ചകളിൽ പറഞ്ഞതാണല്ലോ, ഇത് ഒരു മാസത്തേക്കുള്ള മാറ്റി നിർത്തലല്ല, ഇതിൽ കൃത്യമായി നിരപരാധിത്വം തെളിയിക്കുന്നവരെ പാർട്ടിക്ക് പുറത്താണെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. പക്ഷേ വി ഡി സതീശന്റെ കയ്യിൽ നിൽക്കാത്ത രീതിയിൽ കാര്യങ്ങൾ മാറിയോ എന്നൊരു സംശയം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ടല്ലോ. നോക്കൂ സ്മൃതി, ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ ആ ആളെ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊന്നും കോൺഗ്രസ് അന്വേഷിക്കേണ്ട യാതൊരു ബാധ്യതയില്ല. രണ്ടാമത്തെ കാര്യം, പാലക്കാട് സി ചന്ദ്രൻ്റെ വീട്ടിൽ യോഗം ചേർന്നു എന്ന് പറയുന്നത് ആ വീട്ടിൽ താൻ ഉണ്ടായിരുന്നേ ഇല്ല എന്ന് ചന്ദ്രനും അങ്ങനെ യോഗം ചേർന്നിട്ടേ ഇല്ല എന്ന് ഷാഫി പറമ്പിലും പറഞ്ഞാൽ അത് വിശ്വസിക്കുക. കാരണം അത് അങ്ങനെയാണല്ലോ, നമ്മളത് ആ വീട്ടിൽ ആളുണ്ടായിരുന്നില്ലെന്ന് അവർ പറഞ്ഞാൽ പിന്നെ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ മറ്റു കാര്യം, ഇതിലത്തെ രാഷ്ട്രീയം ഇപ്പോൾ എവിടെ എത്തി? വ്യക്തിപരമായ രാഷ്ട്രീയത്തിലേക്ക് നിന്നും ഇത് സമൂഹത്തിൽ പൊതു ചർച്ചയായി. അപ്പോൾ ഇതിൽ CPM-ൻ്റെ ഒരു രാഷ്ട്രീയം, കാപട്യവും ഇരട്ടത്താപ്പും ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, ഇതിപ്പം CPM കൊണ്ടുവരുന്ന രാഷ്ട്രീയം ഷാഫി പറമ്പിലിനെതിരെയാണ്. DYFI ഷാഫി പറമ്പിലിനെ ഭയക്കുന്ന നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ആ ഭയം ഗോവിന്ദ് നമ്മാഷ്ടിലേക്ക് എത്തുമ്പോഴോ? ഇന്ന് ഗോവിന്ദ് നമ്മാഷ്ട പത്രസമ്മേളനത്തിൽ ഷാഫി പറമ്പിലാ പ്രതി, അല്ലാതെ കോൺഗ്രസ് അല്ല, UDF അല്ല. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഈ ചർച്ചയിൽ ഇങ്ങനെ വഴിതിരിച്ച് വിട്ടിട്ട് അവരുടെ കാലത്തുള്ള കാര്യങ്ങൾ മറയ്ക്കണം. അത് എത്രയായാലും മറയ്ക്കാൻ പറ്റില്ല, കാരണം വെച്ചാൽ ഇപ്പോൾ നിരന്തര ചർച്ചയാവുന്നതാണ്. ഇവിടെ കോൺഗ്രസിലെ വനിതകൾ ഉമാ തോമസിനെയൊക്കെ സൈബർ സെൽ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ DYFI നേതാവിൻ്റെ ഒരു ദുഃഖം ഉമാ തോമസ് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യത്തെക്കുറിച്ച്. ഞാൻ അത് വിശദീകരിക്കുന്നില്ല. കോൺഗ്രസിലെ വനിതാ നേതാക്കൾ ഈ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ആരോപണത്തിൽ എടുത്താവുന്ന നിലപാട് CPM-ലെ വനിതാ നേതാക്കൾ എടുത്തതൊരു ചോദ്യം കുറേ ദിവസമായി ചോദിക്കുന്നുണ്ട്. അതിനൊന്നും ഉത്തരം വേണ്ട. പക്ഷേ ഇവിടെ ഇപ്പം എന്താ വെച്ചാൽ വ്യക്തി കേന്ദ്രീകൃതമാകുകയാണ്. അല്ല, ഒറ്റ മിനിറ്റ്, വ്യക്തി കേന്ദ്രീകൃതമായിട്ട് ഒരു ചർച്ച പോകുമ്പോൾ ആ ചർച്ച എവിടെ ചെന്നെത്തും? ഇവിടെ എന്താ പ്രശ്നം? ഈ ഗൗരവമുള്ള വിഷയം ഒരു തമാശയാക്കി മാറ്റുന്ന CPM-ആണ്. ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ് അവിടെ പുറത്താക്കിയതോട് തീർന്നു. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഈ കോൺഗ്രസ് നേതാക്കൾ പറയാത്തത്. അത് സ്മൃതി ചോദിച്ചുകൊണ്ടാണ് വേണ്ടിയിട്ട് പുറത്തേക്ക് ആളുകൾ പ്രതികരിക്കുന്നത്. പാർട്ടിയിലെ തന്നെ വനിതാ നേതാക്കളെ അധിക്ഷേപിച്ച് അത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അത് പാർട്ടിയുടെ ഭാഗമാണ് എന്ന് പറയുന്നവർ തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അത് എവിടെ നിന്നാണ് വരുന്നത്? അത് നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു സ്ഥലത്ത് നിന്ന് വരുന്നതല്ലോ. അല്ല, ഒറ്റ കാര്യം, ആരും പരസ്യമായിട്ട് രാഹുലിനെ മാങ്കൂട്ടത്തിലെ ആരും പരസ്യമായിട്ട് പിന്തുണച്ചായിട്ട് എൻ്റെ അറിവിലില്ല. അത് സ്മൃതി എന്തുദ്ദേശിച്ച പറയുന്നത് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം, ഞാൻ പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാകാം, ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡല സെക്രട്ടറിയുടെ ഒരു റിപ്പോർട്ടർ ചാനലിനെതിരായിട്ടുള്ള നീക്കമുണ്ടാകാം. അതൊന്നും അല്ലല്ലോ നമ്മളുടെ ചർച്ച. പൊതുവായിട്ട് കോൺഗ്രസ് നേതൃത്വം എന്തു പറയുന്നു അതാണ് ചിന്തിക്കേണ്ടത്. KPCC പ്രസിഡന്റ് എന്തു പറയുന്നു അതാണ് കോൺഗ്രസിൻ്റെ. ഇതിൽ കോൺഗ്രസിൽ ഒരു മീഡിയ സെല്ലും ഡിജിറ്റൽ സെല്ലും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം സ്മൃതിയുടെ അറിവിലേക്ക് പറയാം. എനിക്ക് കിട്ടിയ അറിവാണ്. VT ബൽറാം ആയിരുന്നു അതിൻ്റെ ചെയർമാനായിരുന്ന ആൾ 3 വർഷമായിട്ട്. അദ്ദേഹം ഒരു 3-4 മാസം മുമ്പ് അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ട്. ഇത് പുനഃസംഘടിപ്പിക്കാനായിട്ട് നമ്മുടെ സണ്ണി ജോസഫ് പ്രസിഡന്റായ സമയത്ത് പുനഃസംഘടിപ്പിക്കാനായിട്ട് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ നിർദ്ദേശം നിലവിലിരിക്കുകയാണ്. അത് ആദ്യം മനസ്സിലാക്കുക. ഈ VT ബൽറാമിലേക്ക് വലിച്ചിഴക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അത് അദ്ദേഹം ഇപ്പോൾ ആ സ്ഥാനത്ത് സത്യത്തിൽ അദ്ദേഹം ഇല്ലെന്നാണ് എൻ്റെ അറിവ്. അദ്ദേഹം 3 മാസം കൊണ്ട് ഒരു പ്രപ്പോസൽ കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ ചർച്ചയാവുന്നത് ഞാൻ എതിര് പറയുന്നില്ല. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ CPM ഇത് ചർച്ചയാക്കുമ്പോൾ അവർ വഴിതിരിച്ചു വിടുന്ന എന്തിനാ? യഥാർത്ഥ വിഷയത്തിൽ നിന്ന് വഴിതിരിച്ചു വിടുന്ന മുകേഷിന്റെ കാര്യം മിണ്ടില്ല. ചോദിച്ചാൽ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.